നേമത്തും തിരുവനന്തപുരത്തും ചെയ്യാത്ത വോട്ട് ആരെ ചതിക്കും? തിരുവനന്തപുരത്ത് ആകെ ആശങ്ക. സംസ്ഥാനത്താകെ 71 മണ്ഡലങ്ങളിൽ 2021 അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതിൽ 9 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത്. ഇവ ഉൾപ്പെടെ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കാര്യമായി ഉയർന്നെങ്കിലും പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഈ 9 മണ്ഡലങ്ങളിലും താഴേക്കാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഇടിഞ്ഞത്. ഇതിൽ നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് പോൾ ചെയ്ത വോട്ടിലുണ്ടായ കുറവ്. കുറഞ്ഞ വോട്ടുകൾ ആരുടെ വോട്ട് കുറയ്ക്കുമെന്നും ആരെ തോൽപ്പിക്കുമെന്നുമുള്ള ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. LDFന് 3949 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച നേമത്ത് 7026 വോട്ടും 7089 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച തിരുവനന്തപുരത്ത് 8465 വോട്ടുമാണ് പോളിംഗിൽ കുറവുണ്ടായത്. ഈ 2 മണ്ഡലങ്ങളിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കണക്കാക്കിയിരിക്കുന്നത് 2500-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള ജയമാണ്. നേമത്ത് NDAയും തിരുവനന്തപുരത്ത് UDFും ജയം അവകാശപ്പെടുന്നുണ്ട്. LDFിന്റെ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും കുറഞ്ഞ വോട്ടുകൾ മറ്റ് സ്ഥാനാർത്ഥികളെയാകും ബാധിക്കുകയെന്ന് LDF നേതൃത്വം പറയുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ LDF ചെയ്ത കള്ള വോട്ടുകൾ ഇത്തവണ ചെയ്യാൻ കഴിയാതെ വന്നതോടെ വോട്ടുകൾ കുറഞ്ഞെന്ന രാഷ്ട്രീയ ആരോപണമാണ് UDFിന്റേത്. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞെന്ന കൃത്യമായ നിഗമനത്തിലേക്ക് മുന്നണികൾ എത്തിയിട്ടില്ല. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ SIRന്റെ ഭാഗമായി ശരാശരി 40,000 വോട്ടുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിന് പുറമെയാണ് പോളിംഗിലും വൻ ഇടിവുണ്ടായത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം മണ്ഡലങ്ങളിലാണ് പോൾ ചെയ്ത വോട്ടുകളുടെ വർധന. ഓരോ മണ്ഡലത്തിലും 697 മുതൽ 3885 വരെ വോട്ടുകൾ കൂടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കണക്കുകൾ അന്തിമമാക്കുമ്പോൾ എണ്ണത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാമെങ്കിലും നിലവിലെ സ്ഥിതി ഇതാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ റോയ് കെ പൗലോസിന് കിട്ടും വൻ ഭൂരിപക്ഷമെന്ന വിശകലനവുമായി UDF. ഇടുക്കി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജവഹർ ഭവനിൽ ചേർന്ന UDF നിയോജക മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. 10 വർഷക്കാലത്തെ പിണറായി ഭരണവും 5 വർഷം മന്ത്രിയായിട്ടും എടുത്തു പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ റോഷി അഗസ്റ്റിൻ നടപ്പാക്കാത്തതും മണ്ഡലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരവും വികസന രംഗത്തെ പിന്നോക്കാവസ്ഥയും UDF സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും UDFന് നേടാൻ കഴിഞ്ഞ വൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടാൻ കാരണമാകുമെന്നും വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ബൂത്ത് മണ്ഡലം നേതാക്കളെ നേരിൽ കാണാൻ 16 മുതൽ മണ്ഡലം തല UDF യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചു. ദേവികുളം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി F രാജ 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. അടിമാലിയിൽ നടന്ന UDF കമ്മിറ്റിയിലാണ് ഓരോ മണ്ഡലം കമ്മിറ്റികളുടെയും ചുമതലയുണ്ടായിരുന്നവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ നേതാക്കന്മാരും പ്രവർത്തകരും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവും മണ്ഡലത്തിൽ പ്രതിഫലിച്ചു. തളിപ്പറമ്പിൽ TK ഗോവിന്ദന് രഹസ്യ പിന്തുണ. CPM നേതാക്കൾക്കെതിരെ നടപടിക്ക് നീക്കം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് CPM വിട്ട് തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന് മണ്ഡലത്തിൽ രഹസ്യമായി പിന്തുണയും സഹായവും ചെയ്ത മുതിർന്ന CPM നേതാക്കൾക്കെതിരെ നടപടിക്ക് നീക്കം. വിശദമായ പരിശോധനകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലുടൻ നടപടി സ്വീകരിക്കും. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്തതിനു ശേഷം നടപടിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. TK ഗോവിന്ദനുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ രഹസ്യമായി ഈ ശ്രമം പരാജയപ്പെടുത്തിയതും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പല പ്രദേശങ്ങളിലും പാർട്ടി നിശ്ചയിച്ച പരിപാടികൾ നടത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ചിലർ പ്രവർത്തനങ്ങൾ തകിടം മറിക്കുന്നുവെന്ന നേതൃത്വത്തിന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നേതൃത്വത്തിന് സാധിച്ചില്ല. പാർട്ടിയുടെ ദീർഘകാലം ജനകീയ മുഖമായിരുന്ന ഈ നേതാവ് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയിൽ സജീവമല്ലെങ്കിലും പ്രവർത്തകരുമായും നേതൃത്വവുമായും കൃത്യമായി ബന്ധം പുലർത്തിയിരുന്നു. കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കി കുറയ്ക്കാൻ തീരുമാനമായില്ല. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് പോലും എത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഈ വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് പോലും എത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. വിവിധ മനുഷ്യാവകാശ, സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ നിന്നായി 12 കത്തുകളും പരാതികളും സർക്കാരിന് ലഭിച്ചതായും രേഖയിൽ പറയുന്നു.
സന്നദ്ധ സംഘടനയായ നേർക്കാഴ്ച അസോസിയേഷൻ ഡയറക്ടർ PB സതീഷിനാണ് ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖ ലഭിച്ചത്. ഫെബ്രുവരി 6-ന് പൊതുഭരണ വകുപ്പും സർവീസ് സംഘടനകളും ചേർന്ന് ഓൺലൈൻ യോഗം നടത്തിയിരുന്നു. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനായി ശനിയാഴ്ച അവധി നൽകുന്നതിനോട് എല്ലാ സംഘടനകളും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ 1 മണിക്കൂർ അധികമായി ജോലി സമയം വർദ്ധിപ്പിക്കാമെന്ന ധാരണയുമുണ്ടായി. തുടർന്ന് വിഷയത്തിൽ വിപുലമായ യോഗം നടത്താൻ തീരുമാനിച്ചെങ്കിലും അത് നടന്നില്ല. സർക്കാർ ഓഫീസുകളിൽ ഫയലുകളും അപേക്ഷകളും ഇപ്പോൾ തന്നെ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കരുതെന്ന ആവശ്യം വിവിധ വിഭാഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി സർക്കാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തുടർ നടപടിയില്ല. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി ആഭ്യന്തര വകുപ്പ്. പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി 2 മാസം കഴിഞ്ഞിട്ടും ADGP തുടർ നടപടി സ്വീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള സർക്കാർ നിർദ്ദേശം മൂലമാണ് അന്വേഷണ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. ഇതോടെ കലങ്ങിയ പൂരം കഴിഞ്ഞ് 2ാം പൂരം എത്തുമ്പോഴും പൂരം കലക്കലിന് പിന്നിൽ എന്തെന്ന ചോദ്യം ഉത്തരമില്ലാതെ തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന 2024 ഏപ്രിലാണ് ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത്. രാഷ്ട്രീയ വിവാദമായതോടെ മുഖ്യമന്ത്രി ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. 2026-ലെ പൂരമെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം. അപ്പോഴും ഉടനടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അന്വേഷണം മാത്രം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പൂർത്തിയാകാത്തതല്ല, പൂർത്തിയായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയതാണ്. മാസങ്ങൾ വൈകിയെങ്കിൽ പോലും പൂരം കലക്കലിലെ ഗൂഢാലോചന അന്വേഷിച്ച പ്രത്യേക സംഘം ഫെബ്രുവരി 8-ന് അന്വേഷണ റിപ്പോർട്ട് ADGP H. വെങ്കടേഷിന് കൈമാറിയിരുന്നു. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് വീഴ്ചയില്ലെന്ന് ന്യായീകരിക്കുന്ന റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തെ സംശയനിഴലിലാക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു റിപ്പോർട്ട്. ഇതിൽ ആരെയെങ്കിലും പ്രതി ചേർക്കണമോ എന്നതിലടക്കം തീരുമാനമെടുക്കേണ്ടത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ADGP H. വെങ്കടേഷാണ്. എന്നാൽ 2 മാസത്തിലേറെയായി അദ്ദേഹം തീരുമാനമെടുക്കുകയോ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് റിപ്പോർട്ട് പുറത്തുവന്നാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് റിപ്പോർട്ട് പൂർത്തിയതിന് പിന്നിലെന്നാണ് ഉയരുന്ന ആക്ഷേപം.